സിനിമ കണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം എനിക്ക് ഇന്റർവ്യൂ തരൂല എന്നല്ലേ? ഒരു എള്ളോളം തന്നെ. അതെ, ചിലരുടെ സ്റ്റാറ്റസുകളിൽ പോലും അതായിരുന്നു. അതെ, വിഷുക്കണി ഹാപ്പി വിഷു അല്ലേ? ആരാധന സൂപ്പറാണ്. വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വരും. ഞാനേ കുളിക്കാൻ പോണുണ്ട്. എവിടെ ചെന്ന് ഒരു പരിപാടി അവതരിപ്പിച്ചാലും പൊതുവിനൊരു പൗഡത്തിലുണ്ടാവും, ക്ലാസ് ഉണ്ടാവും. അപ്പൊ വീട്ടിൽ ഒരു പറയും ഞാൻ ഇന്ന പ്രോഗ്രാമിന് പോയേക്കുവായിരുന്നു. അനിയനും അനിയത്തിയും മക്കളും പിന്നെ പെങ്ങളുടെ മോൻ. ഇപ്പൊ റീൽസ് ചെയ്യുന്നതിന് മുൻപും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാ? മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇപ്പൊ എവിടെ പോയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്കാരൊക്കെ കാണുമ്പോ ഇന്നാളില്ലേ ഞാനല്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കും. അപ്പൊ ഒരു സന്തോഷം ഇതുണ്ടെങ്കിൽ ചെയ്യണേനൊരു ഇതുണ്ടല്ല. അത് കാരണം അങ്ങനത്തെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു വില സ്വന്തമായിട്ട് തന്നെ മറ്റുള്ളവർ മുമ്പിൽ പോയി ഇപ്പൊ പറയാണ് കൂട്ടത്തിൽ ആ ചേട്ടനല്ലേ നമ്മളറിയാതെ ഇങ്ങനെ കേക്കൊക്കെ ആണെങ്കിൽ നമ്മള് മറ്റേ ഉദയനാണ് പറയുമ്പോ ആ ഞാനാ മറ്റേത് അവിടെ ഇപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ വിഷു വരാൻ പോവാണ്. വിഷുവിന് വൈറലായി നടന്നു മറ്റേ കണി. അത് ആരുടെ കൺസെപ്റ്റാ? അത് ഭയങ്കരമായിട്ട് അടിച്ചു വരും അല്ലേ? ഒറ്റ ദിവസം കണ്ടിട്ട് മില്യൻസ് ആണ്. എന്താ തോന്നിയപ്പോ? അത് ഞാൻ 2 കണ്ടന്റ് ചെയ്തു. ഒരെണ്ണം അച്ഛനെ വെച്ചിട്ട് ഞാൻ അച്ഛനെ കമ്പത്തിരിയും അതാണ് ഞാൻ ആദ്യം താൻ ഉദ്ദേശിച്ചത്. പിന്നെ രാത്രി അന്നത്തെ ദിവസം രാത്രി തന്നെ ഞാൻ വിചാരിച്ചു ഒന്നോടി എടുത്തില്ല. ഈ ജവാൻ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അറിയാലോ ഒത്തിരി കൂടിയ അപ്പൊ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല ഷെയറും അതുപോലെ നല്ല കമന്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയ്യോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് അതെ, ചിലരുടെ സ്റ്റാറ്റസുകളിൽ പോലും അതായിരുന്നു. അതെ, വിഷുക്കണി ഹാപ്പി വിഷു അല്ലേ? എന്തോരം സ്റ്റോറിയാണെന്ന് കമന്റൊക്കെ നല്ല സൂപ്പറാണ്. നമുക്ക് എന്നെ കാണിച്ചൊന്നും കണ്ടിച്ചിരിക്കണം. അവര് ശരിക്കും ഒരു ആത്മവിശ്വാസം തരും. ഇതൊക്കെ കമന്റുകൾ കൊറേ നെഗറ്റീവ് വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഇട്ട് കഴിഞ്ഞ് കമന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ആൾക്കാര് റീലിന് വരും, റീലായിട്ട് അഭിനന്ദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വാലന്റൈൻസ് ഡേയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആർക്കെങ്കിലും പൂവൊക്കെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? പ്ലാനില്ല. രാവിലെ വന്നപ്പോ അമ്മേന്റെ അടുത്ത് പറഞ്ഞു എവിടെയോ പോവാനായിട്ട് ധൃതിപ്പെട്ട് നിൽക്കുമായിരുന്നു, ഭയങ്കര ടെൻഷനൊക്കെയാണ്, ഇവിടെ കഴിഞ്ഞ എപ്പോ പോകുന്ന അറിയില്ല, ആർക്കെങ്കിലും പൂ കൊടുക്കാൻ പോണെയാണോ? അതെ അല്ലേ, പോണ വഴിക്ക് വാങ്ങിയാലും മതിയല്ലോ. ഇങ്ങനെ പ്ലാൻ ഉണ്ടോ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട്? ഇല്ല, ഇതുവരെ ആരും തന്നിട്ടുമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു എള്ളോളം ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോഴും ട്രെൻഡിങ് തന്നെയാണ്. അത് അച്ഛന്റെ ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാണോ? മാരേജ് ആണോ? അറേഞ്ച് മാരേജ് ആണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ഞാൻ കോഴിക്കോട് വർക്കിന് പോയപ്പോ കൂട്ടുകാരന്മാരെല്ലാരും കൂടി വണ്ടിയിൽ നിന്നാ പോയത്. ഞങ്ങൾ ഇരുന്ന് ഈ പാട്ട് വെച്ചോണ്ടിരിക്കണേ.
പാട്ട് വെച്ചോണ്ടിരിക്കണതിന്റെ ഇടയിൽ ഈ പാട്ട് കയറി വന്നു. അവ തന്നെ ഞാൻ പാട്ട് വെച്ചു, ഈ പാട്ട് ഓർമ്മയുണ്ടാന്ന് പറഞ്ഞ് വെച്ചു. അവ തന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഈ കാര്യം സംസാരിച്ചോണ്ടിരിക്കണ പണ്ടത്തെ മറ്റേ ടിക്ടോക്ക് എള്ളോളം തരി അതും മൊത്തം വരുന്നല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ കൂട്ടുകാരനെ ഇങ്ങനെ പറഞ്ഞു അത് ഇങ്ങനെയുണ്ട്, ഇങ്ങനെ സാധനം ചെയ്ത് നോക്ക്, കയറുന്ന് നോക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കാൻ കൊള്ളാല്ല സാധനം, അങ്ങനെ ചെയ്താലെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കണ്ടന്റിലേക്ക് വന്നത്. അതില് കത്തി നിന്നത് ഇവര് രണ്ടുപേരുമാണ്. മറ്റേ ആരാധന അല്ലെ, ആരാധന വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ അല്ലെ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് വന്നില്ല ആള്. സാറില്ല, കഴിഞ്ഞ പ്രാവശ്യം വരാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇപ്പൊ ആരാധനയെ കുറിച്ച് പറഞ്ഞ എങ്ങനെയാ ആരാധന? ആരാധന സൂപ്പറാണ്. വിളിച്ചിട്ടുണ്ടെങ്കില് അപ്പൊ വരും. ചേട്ട ക്യാമറ ഉള്ള കാരണം ചേട്ടനെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ പോകലാണ് ഏത് സമയം. നല്ല രസമുണ്ട് ആകാശിന്റെ ഫോട്ടോസ് എല്ലാം. ഞാനിങ്ങനെ ഇൻസ്റ്റ നോക്കിയപ്പോ നല്ല പേജ് കേട്ടോ ആകാശിന്റെ പേജ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ അതിലെ ഫോട്ടോകളും അടിപൊളി, നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. ആർക്കെങ്കിലും ഫോട്ടോഗ്രാഫർ ആവശ്യം ഉണ്ടെങ്കിൽ ആകാശ് ബന്ധപ്പെടാവുന്നതാണല്ലേ, ഫ്രീ പ്രൊമോഷൻ. അതെ. ഇപ്പൊ ഈ ഇടയ്ക്ക് ട്രെൻഡിങ് ആയി നിന്നായിരുന്നു കുതിര വെച്ചിട്ടുള്ള ഫോട്ടോസ് AI ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആകാശിന്റെ ഞാൻ കണ്ടത് റിയൽ കുതിരയായിരുന്നു. അപ്പൊ എന്തോ ഒരു ടാഗോട് ചേർത്തിട്ടാണ് ആ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഫോട്ടോസ്. അതിനകത്ത് ഇത് മാത്രം ബ്ലാക്ക് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. മറ്റേത് ഒറിജിനലാണ്. അവിടെ വളപ്പില് കുതിരയുണ്ട്. അതെ, രാവിലെ അമ്മമ്മ വന്നപ്പോ എന്റെ അടുത്ത് കുറെ കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ആരൊക്കെയോ ടെറസിന്ന് താഴേക്ക് വിളിച്ചതോ ഫോൺ വിളിച്ചുകൊണ്ട് രാവിലെ അമ്മമ്മ കിടന്നുറങ്ങാൻ നേരത്തെ ഒരാളെ കണ്ടില്ലാത്ത, എന്നിട്ട് അമ്മമ്മ നോക്കിയപ്പോ ടെറസിൽ പോയി നിക്കായിരുന്നത്. അമ്മമ്മ എല്ലാ കഥയും പറഞ്ഞു, എല്ലാവരെയും കുറിച്ച്. അഭിനന്ദേ, എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് അല്ലെ. അതുപോലെ തന്നെ വൈറലായ ഒരു കണ്ടന്റ് ആയിരുന്നു നമ്മുടെ ഇന്റർസ്റ്റെല്ലാർ. ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടങ്ങളില് ഹോളിവുഡിലൊക്കെയാണ് നമ്മളത് കണ്ടിട്ടുള്ളത് അല്ലെ. എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ചെയ്ത് ഇവിടെ എത്രമാത്രം ഏക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? അതെന്തായാലും ഉറപ്പായിട്ടും കയറുമെന്നുള്ള ഇതുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള സാധനങ്ങൾ. അതിപ്പോ ആ ഒരു ഹാൻസിമറിന്റെ ചെറിയൊരു പാട്ടായാലും സാധനം കേൾക്കുള്ളൂ. ആ സാധനം ഇട്ടേക്കിട്ടുണ്ടെങ്കിൽ വേറൊരു ലോകമാണ്. പക്ഷെ ഈ ലോകം ഞാൻ കണ്ടില്ല. ആ സിനിമ അടിപൊളി സിനിമയാണ് അല്ലെ. 2 പ്രാവശ്യം കണ്ടു, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ റീല് ഞാൻ 2-3 വട്ടം കണ്ടു, എനിക്കൊന്നും മനസ്സിലായില്ല. കമന്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായി, എന്നെ പോലെ തന്നെ എല്ലാവരും ആർക്കൊന്നും മനസ്സിലായത്. അപ്പൊ ഈ ഒരു റീല് പ്രതീക്ഷിച്ചിരുന്നു കേറുമെന്ന്. പ്രതീക്ഷിച്ചിരുന്ന റീലുകൾ കേറാണ്ടായിട്ടില്ലേ? അങ്ങനെയുള്ള ഏത് റീലാണ്? അങ്ങനെയുള്ളത് ഇപ്പൊ കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും കൊറേ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റത്തെ വീഡിയോ അത് ഞാൻ അത്യാവശ്യം നല്ലപോലെ എള്ളോളം തരികയാണോ? എള്ളോളം സമയമുണ്ട്, കഴിഞ്ഞ ദിവസം സെറ്റല്ലേ ഉള്ളൂ. ഞങ്ങള് ഉദ്ദേശിച്ച പോലെ ഞങ്ങൾ കേൾക്കുന്നില്ല. അതെ. ഇപ്പൊ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് തൊട്ടായിരിക്കും പറയാനായിട്ട് പറ്റുക? റീല് ചെയ്ത് തുടങ്ങിയപ്പോ തൊട്ടാണ്. ക്യാമറ വർക്കിലോട്ട് ആകാശിന്റെ പണ്ട് മുതലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ഇതേപോലെ സിനിമ അല്ലെങ്കിൽ ആക്ടിങ് എന്നീ നിലകളിൽ എത്തിപ്പെടണം എന്ന് തന്നെയായിരിക്കും. നമുക്ക് എന്താ പറയാനുള്ളത്? ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അച്ഛന്റെയും ഫോൺ വന്ന അന്ന് തുടങ്ങി, ക്യാമറ ഫോൺ വന്ന് അന്ന് തുടങ്ങി, ചെറിയത് വന്ന് തുടങ്ങി ഇവൻ അതെടുത്തും കൊണ്ട് അവനെ വെച്ചും കൊണ്ടുള്ള പരിപാടിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്ന് ചെറിയതായിരുന്നു, അവനൊരു 3 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവൻ അവനെ വെച്ചും കൊണ്ട് പറയുന്നതാണ് ഡബ് സ്മാഷ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവൻ ചെയ്യിക്കണത്. അതുപോലെ തന്നെ കൊച്ചിനെ കൊണ്ട് അവിടെ ഇവിടെ ദൂരെയൊക്കെ കൊണ്ടുപോയി നടത്തിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്, അങ്ങനെ ഒരു ദിവസം കാല് പൊട്ടിയിട്ടും ഇതിനെ വലിച്ചുകൊണ്ട് മുകളിലോട്ടൊക്കെ നടക്കണമെന്നൊക്കെ പറഞ്ഞ അതൊക്കെ ചെയ്ത് അല്ല.
അപ്പൊ അന്ന് തന്നെ ചെറുപ്പത്തിൽ തുടങ്ങി അവന് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒരേ ഇതുണ്ടല്ല, അതനുസരിച്ച് അവരുടെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് നല്ല വിജയത്തിലെത്തുമെന്നാണ് എന്റെ വിശ്വാസം. അതെ, ഇപ്പൊ ഈ പറയുന്ന ആക്ടിങ് എന്ന കലാവാസന വന്നത് അച്ഛനിൽ നിന്നാണ്. അച്ഛൻ ചെറുപ്പത്തിലെ നാടകങ്ങള് തട്ടകങ്ങളൊക്കെ കയറി വന്ന ഒരാളാണ്. ഇപ്പൊ അച്ഛന്റെ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനത് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ആ, കാരണം അവരെ ഫസ്റ്റ് ഓണം അവർക്ക് വരാൻ നേരത്ത് ശരിക്കും ഞാൻ വീട്ടിലുണ്ടാവില്ല, ഗ്രൗണ്ടിലായിരിക്കും, ഫുൾ ഗ്രൗണ്ടിലായിരിക്കുള്ളൂ. കാരണം വെച്ചാൽ അന്ന് ഇന്നത്തെ കാലഘട്ടമല്ല, അന്ന് വെച്ചാൽ ഈ കലാപരിപാടികൾ ഒത്തിരി ഉണ്ടായിരുന്നു. രാവിലെ ഒരു 9 മണിക്ക് കലാപരിപാടികൾ തുടങ്ങുന്ന പിന്നെ അവസാനിക്കുന്ന ഒരു 2 മണിയാകുമ്പോൾ. അപ്പൊ വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ കുളിച്ച് യാത്രയെ പോയി കഴിഞ്ഞാൽ പിന്നെ കലാപരിപാടികളിലേക്ക് ആയിരിക്കുള്ളൂ. പിന്നെ വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ ഒന്ന് വിളിച്ചാലേ ഞാൻ പോകുള്ളൂ, വൈകിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അന്ന് ആ ഒരു ഇതില്. കാരണം വെച്ചാൽ ആ സമയത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പാട്ടുകള്, പിന്നെ കവിതകള്, അങ്ങനെയുള്ള പരിപാടികൾ, കിസ് പരിപാടി. അപ്പൊ എവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാൽ അന്നൊക്കെ ഈ ഇന്നത്തെ പോലെ ട്രോഫി ഒന്നുമല്ല, സോപ്പ് വെട്ടി, പിന്നെ പൗഡർ മറ്റേ കുട്ടിക്കൂറ, ആ പൗഡറൊക്കെ അതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതൊക്കെയാണ് സമ്മാനങ്ങൾ, ഗ്ലാസ്. അപ്പൊ എവിടെ ചെന്ന് ഒരു പരിപാടി അവതരിപ്പിച്ചാലും ഒന്നിനും ഒരു പൗഡർ ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ടാവും. പ്രൈസ് മേടിച്ചിട്ട് വീട്ടിലേക്ക് വരാറുള്ളൂ. 1, 2, 3 പ്രൈസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ സർവോദയം കുര്യൻ വൈപ്പില്ല, അദ്ദേഹം അവിടെ ഒരു പള്ളിയില് ഒരു ഓണത്തിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഭക്തിയാന മത്സരം ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയുടെ അകത്താണ് പ്രോഗ്രാം നടക്കുന്നത്, പള്ളിയുടെ അകത്തല്ല, അതിന്റെ പുറത്തായിട്ട് ഹാളില്. അവിടെ ചെന്ന് ഗണപതിയുടെ പാട്ട് പാടി ഫസ്റ്റ് മേടിച്ചിട്ട് പോകുന്നത്. പള്ളി ചെന്ന് ഗണപതിയുടെ ഒരു പാട്ട് പാടി, അവിടെ ചെന്ന് പാടി. അപ്പൊ സമ്മാനദാനം ഗസ്റ്റായിട്ട് സർവോദയം കുര്യൻ എന്നൊരു ഫേമസ് ആണുള്ളൂ. അപ്പൊ അപ്പൊ പുള്ളിനെ അവിടെ എല്ലാരും വിളിക്കണത്. പുള്ളി വന്ന് എന്റെ പാട്ട് കേട്ടിട്ട് പുള്ളി അരമനയിലേക്ക് പോവാതെ അവിടെ വന്ന് നിക്കണേ. എന്റെ പാട്ട് പാടി ഞാൻ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന പുള്ളി നേരെ എന്റെ അടുത്ത് കൊണ്ട് കെട്ടിപ്പിടിച്ച് അനുഗ്രഹം തന്നിട്ടൊക്കെ പുള്ളി പോയത്. ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് അവിടെ ഫസ്റ്റ് നിൽക്കായിരുന്നു. മറക്കാൻ പറ്റാത്ത ഓർമ്മകളിൽ ഒന്നായിരുന്നു. ഇപ്പൊ നാടകങ്ങളിൽ പോയ ടൈമില് വീട്ടിൽ പറയുന്ന നാടകങ്ങളിൽ പോയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മൊമെന്റ്സ് ഓർത്തെടുക്കാൻ പറ്റും. അത് ശരിക്കും ഒരു ചുനരി എന്ന് പറഞ്ഞ നാടകം, ഒരു സിംബോളിക്കാണ്. നാടകത്തിൽ ഇതേപോലെ മത്സരത്തിന് വേണ്ടി വേറൊരു ടീം അത് പഠിച്ചതാണ്. അപ്പൊ ഒരു മെയിൻ കഥാപാത്രം ആയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പൊ ആ മെയിൻ കഥാപാത്രം അഭിനയിക്കുന്ന പുള്ളിക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നപ്പോ എന്നെയാണ് വന്ന് വിളിച്ചത്. ഞങ്ങളുടെ അടുത്തൊരു പുള്ളി ഉണ്ടാവും, പറഞ്ഞ അവൻ അഭിനയിക്കാൻ, അവനെ വിളിക്കാൻ പറഞ്ഞ എന്നെ വന്ന് വിളിച്ച്. അന്ന് ടീച്ചറിന്റെ കൂടെ അടിയായിട്ട് അഭിനയിക്കാൻ പോണ ഇടക്ക് പോകുമ്പോ ടീച്ചർ ചോദിച്ചു പോകും, അപ്പൊ നീ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് 2 അടിയൊക്കെ തോന്നാ ടീച്ചർ. എന്നിട്ട് ടീച്ചർ എന്നെ വിട്ടിട്ട. എന്നിട്ട് ഒരു 3 ദിവസം കൊണ്ടാണ് ഞാൻ ആ നാടകം പഠിച്ചിട്ട് സ്റ്റേജിൽ ഇത് ചെയ്ത്. അന്ന് അവിടെ എനിക്ക് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് കിട്ടി, 2ാമത് നടനുള്ള ഇതും കിട്ടി, അങ്ങനെ കിട്ടി. ഒരു വലിയൊരു കലാകാരനാണ് അല്ലെ കൂടെ ഉള്ളത്. എന്താ തോന്നുന്നത് നമുക്കിപ്പോ? സന്തോഷം അല്ലേ? അപ്പൊ ഈ അന്ന് അച്ഛൻ ഇങ്ങനെ സിനിമയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സിനിമാ നടനായിട്ട് നമുക്കിപ്പോ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാറുതല്ലേ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സിനിമ നടനായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം എനിക്ക് ഇന്റർവ്യൂ തരൂല എന്നല്ലേ? ഞങ്ങളുണ്ടാവില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആകാശേ, അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ എന്താ പറയുന്നത്? ഇത്ര വലിയൊരു കലാകാരനാണ്, കലാകാരന്റെ മകനാണ്, നാട്ടിലൊക്കെ അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരാളാണ്. എന്താ പറയാനുള്ളത്? അച്ഛനിങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഭയങ്കര എന്താ പറയാ, ആ ടൈമിനൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അച്ഛൻ ഇത്ര നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു സന്തോഷം. അതെ,
ഇപ്പൊ ഈ പറയുന്ന മാതിരി റീൽസിലൂടെയും യൂട്യൂബ് ഫോണിലൂടെയാണ് നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കുന്നത്. അത് വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ ആ ഒരു സമയത്ത് അച്ഛൻ്റെ ആ സമയത്ത് ഇതുപോലത്തെ ഉണ്ടായിരുന്ന ഈ അച്ഛൻ ആരായിരുന്നല്ലേ, വലിയൊരു ആളായാണ്. ഞങ്ങള് ഒരു നാടകം, എന്റെ ഒരു കൂട്ടുകാരാണ് അംബേദ്കർ നാടകം എഴുതി. 2 വർഷം അംബേദ്കർ ബുക്കുകൾ വായിച്ചിട്ടാണ് അത് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പൊ അതില് ഞങ്ങൾ അഭിനയിച്ചു. ഞാൻ മെയിൻ കഥാപാത്രം വേറെയാണ്, എന്നാലും ഫുൾ ടൈം സ്റ്റേജുകളുടെ വ്യക്തിയാണ് ഞാൻ. അന്ന് ഭയങ്കര ടെൻഷനാണ്. കാരണം വെച്ചാൽ ഇതെല്ലാം ഈ സാധാരണ ഡയലോഗുകളൊന്നും അല്ല, അതിൽ അടിക്കപ്പെടാത്ത വാക്കുകളാണ് അതായത്. അതൊക്കെ ഓർത്തിരിക്കണ്ടേ നാടകത്തിൽ. ഒരു 5 മിനിറ്റ് ഓളം അങ്ങനെ പുറത്തേക്ക് പോകും, പിന്നെയും കയറും, പിന്നെയും പുറത്തേക്ക് പോകും. അങ്ങനെയാണ് എന്റെ ഒരു കഥാപാത്രം. ഭയങ്കര ടെൻഷനാണ് ആ സമയത്ത്. ഡയലോഗ് ഒരെണ്ണം മാറിപ്പോയ അടുത്ത ആളുടെ ഡയലോഗ് മാറും. അതൊരു ഇതായിരുന്നു, നല്ല ഇതായിരുന്നു. എല്ലാവരും ഭയങ്കര അംബേദ്കർ അല്ലേ. ഇപ്പൊ വീട്ടില് റീൽസ് ഒക്കെ എടുക്കുമ്പോ ആരെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലെ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആണോ ആ കാര്യത്തില്? പറയാറുണ്ട്, എന്നാലും കൂടുതലും പറയുന്നത് നന്ദു പറയാറുണ്ട്. അച്ഛൻ അങ്ങനെയല്ല അഭിനയിക്കണം, അല്ലെങ്കിൽ അമ്മ അങ്ങനെയല്ല, ഇത് വേണമെന്നൊക്കെ അവൻ കൂടുതലായിട്ടും ഇതാണ്. കുറച്ച് മടിയാണെന്നേ ഉള്ളൂ. അതെ അതെ, മടിയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. കാരണം വെച്ചാൽ അച്ഛൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ പറഞ്ഞ അച്ഛൻ അങ്ങനെയല്ല, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ആ റീലിനെ മുന്നോട്ട് പോകില്ല, അത് ശ്രദ്ധിക്കണം പറഞ്ഞു തരാറുണ്ട്. ക്യാമറ ശരിക്കും ആരാ ചെയ്യുന്നത്? രണ്ടുപേരും ചെയ്യും അല്ലേ? എഡിറ്റിങ് അമ്മ ക്യാമറമാനാണ്. ഇടയ്ക്ക് എന്നെ കാണിച്ചൊക്കെ തരും, എല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പൊ പറയാം, അപ്പൊ പിന്നെ നമുക്ക് ഞെക്കിയാ മതിയല്ലോ. അപ്പൊ പറയും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതേപോലെ ചെയ്യും ഞാൻ. അതെ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ വൈറലായ ഒരു റീലായിരുന്നു ഫാമിലി മൊത്തത്തില് മറ്റേ ഓണം മൂഡ് വീഡിയോ ചെയ്തതല്ലേ? ഫാമിലി മൊത്തം ഇങ്ങനെ റീൽസ് ആയിട്ട് ശരിക്കും കണ്ടു കഴിഞ്ഞാല് ആ ഒരു പടത്തിൽ എങ്ങനെയായിരുന്നു ആ പാട്ടിന്റെ സീക്വൻസ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾ റിയൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പോ ഫാമിലി മൊത്തം ഇങ്ങനെ എല്ലാരും ഒന്നിച്ച് ചെയ്തപ്പോ കിട്ടിയൊരു സന്തോഷം ഉണ്ടാവല്ലോ, എങ്ങനെയായിരുന്നു ആ ഒരു ഇതിലേക്ക് വന്നത്? ത്രില്ലിംഗ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞങ്ങള് അമ്മ ഒരു സ്വന്തം കുക്കിംഗ് ഒരു വീട്ടിൽ, ആ വീടാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അവിടെ അവരോട് പറഞ്ഞപ്പോ തന്നെ അവര് പറഞ്ഞു എപ്പോഴെങ്കിലും വന്നോളാനാ പറഞ്ഞത്. കാരണം അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വെച്ചാൽ ഓണം സമയത്ത് അവര് പൂക്കളാവുന്ന കാര്യങ്ങളൊന്നും ഇല്ല, ഞങ്ങളവിടെ വലിയൊരു പൂക്കളൊക്കെ ഇട്ടപ്പോ തന്നെ അവർക്ക് ഭയങ്കര ഹാപ്പി. പിന്നെ മൊത്തം വീട് അലങ്കരിച്ച് ഭയങ്കര ഇതായിരുന്നു. അവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു, പിന്നെ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു. അനിയനും അനിയത്തിയും മക്കളും പിന്നെ പെങ്ങളുടെ മോനും ആണ് മാവേലിയിട്ട്. പിന്നെ അമ്മയുടെ ആങ്ങളുടെ മക്കളായ 2 പിള്ളേര്. എല്ലാരും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓണത്തിനേക്കാളും കൂടുതൽ അന്ന് സന്തോഷമായിരുന്നു. അന്ന് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം വെച്ചിട്ടുണ്ടെങ്കില്. അവര് ഞങ്ങള് ചെല്ലുമെന്നും പറഞ്ഞ അവര് എന്താണ് നമ്മുടെ കേരള ഡ്രസ്സൊക്കെ അവര് വന്നിരുന്നു. ഞങ്ങൾ വൈകിയത് അവര് ഞങ്ങൾ വടക്കോളം ദിവസം എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ എത്തിക്കണം, പിന്നെ അവിടെ അലങ്കരിക്കണം. അതൊക്കെ സദ്യ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഫുഡ് കഴിച്ചില്ല എന്ന് തന്നെ പറയാം. അവസാനം ഞങ്ങൾ എല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങൾ മന്തി പാലസിൽ പോയി എല്ലാരും കൂടി പോയി കഴിച്ച്. അപ്പൊ അതൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മറക്കാൻ പറ്റൂല ആ സന്തോഷം. ഓക്കെ, ഇവിടെ ഒരാള് പോണം എന്ന് പറഞ്ഞ് ധൃതി പിടിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അവസാനമായിട്ട് ഒരു ക്വസ്റ്റിനോട് ചോദിക്കുകയാണ്. ഇപ്പോ നിങ്ങളുടെ ഫാമിലിയില് റീൽ കുടുംബം എന്നറിയപ്പെടുന്നത് നിങ്ങളായിരിക്കുമല്ലോ. അപ്പൊ എല്ലാവരുടെയും ഫാമിലിയുടെ അകത്ത് എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ? എല്ലാരും നല്ലതാണെന്നൊക്കെ പറയും, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതെ, മോശമൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ അച്ഛനെ കൂടെ ഒരു പാട്ടും കൂടി പാടിച്ചിട്ട് നമ്മുടെ ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അച്ഛാ, നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ്
സന്ധ്യാരാഗവം തീരവും വീട്ടിരിയും വേളയിൽ എന്തിനെന്നും വന്നു നീ പൂത്തിങ്കളേ മഞ്ഞിൽ നെഞ്ചിലുതുങ്ങി ഉണ്ണാടി കനവ്. നല്ല സൂപ്പർ ആയിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഇനി അച്ഛന്റെ ഒരു ലളിതഗാനം ഇറങ്ങാനായിട്ട് ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്തായാലും എല്ലാത്തിനും വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് വിഷസ് പറയാണ്. അപ്പൊ എന്തായാലും ഇത്രയും സമയം രണ്ടാമത് ഞാൻ ചോദിച്ചിട്ട് വന്നതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട്. അപ്പൊ ഇനി എന്താണ് ലാസ്റ്റ് ആയിട്ട് ഒരു ബിഗ് ഡ്രീം എന്ന് പറയുന്ന എല്ലാവരുടെയും? ഇവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും മാറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇയാൾക്കടെ പാതിരിപ്പോൾ അയാൾ പിന്തുടരുന്നു. എന്താണെന്ന് ഭാവിയിലുള്ള കാര്യം എന്നൊക്കെ പറയാൻ പറ്റൂല. എന്നാലും ഇവൻ അവൻ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. നല്ലൊരു ഇതിലെത്തണം എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ടുള്ള എല്ലാ വ്യൂവേഴ്സിനോടും എല്ലാവരോടും നല്ല സപ്പോർട്ട് ചെയ്യണം. സന്തോഷമുണ്ട്, നന്ദിയുണ്ട് എല്ലാവരും. ഓക്കെ, അപ്പൊ എന്തായാലും ഭാവിയിൽ വലിയൊരു ഗോൾ കീപ്പറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ആകാശം ഉയരങ്ങളിൽ എത്തട്ടെ, ഫാമിലി മൊത്തം അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ഇന്നത്തെ പറ്റി. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.